ചാലു പയ്യാടേ നമ്മുടെ ചാലു പയ്യാടേ ആ കണ്ണപ്പിടെ കാറിൽ പോകുന്ന ചാലു പയ്യാടേ കാറിന് അടവെച്ച് നമ്മുടെ മഞ്ഞത്തൊപ്പി വിവിക്കുട്ടനെ കണ്ടകൂടൻ ചാലു പയ്യാട് കാറിന് ചാടിയേ ആ ചാലു പയ്യാടേ നമ്മുടെ ചാലു പയ്യാടേ മഞ്ഞത്തൊപ്പി വിവിക്കുട്ട സൂക്ഷിച്ചോ ഇനി ചാലു നിന്റെ കൂടെ അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ കഥാപ്രസംഗത്തിന്റെ തുടക്കം. ബടേയ്യ. അപ്പോ ചാലു പയ്യാട് ഡോക്ടർ റോബിൻ അണ്ണൻ, അതുപോലെ തന്നെ മഞ്ഞത്തൊപ്പിക്കാരൻ വിവിക്കുട്ടൻ, അതോടൊപ്പം തന്നെ എല്ലാ കലകളും അഭ്യസിച്ച് വളർന്ന എന്റെ സ്വന്തം സീക്രട്ട് ഏജന്റ് സീക്രട്ട് ഏജന്റ് അണ്ണനെ ഞാൻ കുറെ ദിവസം കുറ്റം പറഞ്ഞണ്ണ. അണ്ണന്റെ മാത്രം കുഴപ്പമല്ലണ്ണ, അണ്ണൻ ഒരു പൊട്ടനായി പോയി. അണ്ണനെ ബാക്കിയുള്ളവര് പറ്റിച്ചല്ലേ അണ്ണ? അങ്ങനെയൊക്കെയാണ് എനിക്കിപ്പോ തോന്നുന്നത്. അല്ല, അണ്ണൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അണ്ണന്റെ കയ്യിരിപ്പ് തന്നെ. അണ്ണൻ ഇത്ര ബുദ്ധിയുള്ള മനുഷ്യനല്ലേ? ഇവിടുത്തെ എല്ലാ കാര്യത്തിലും റിയാക്ട് ചെയ്യുന്ന അണ്ണനെ ഇവന്മാരെല്ലാം കൂടെ പറ്റിക്കുമായിരുന്നെങ്കിൽ നിന്നു കൊടുത്തത് അണ്ണന്റെ കുഴപ്പം തന്നെ. അങ്ങനെ എപ്പോഴും ഞാൻ പറയത്തുള്ളൂ കേട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് വരാം. ഞായറാഴ്ച നമ്മുടെ റോബിൻ ചേട്ടന്റെ ഒരു ഇന്റർവ്യൂ പുറത്തിറങ്ങി. ഞാനത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അന്നത്തെ ദിവസം തന്നെ നമ്മുടെ വിവിക്കുട്ടൻ, മഞ്ഞത്തൊപ്പിക്കാരൻ വിവിക്കുട്ടൻ നൈസായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഇരുന്നിട്ട് നമ്മുടെ കുട്ടൻ, നമ്മുടെ ആരായിരുന്നു, നമ്മുടെ മറ്റേ അണ്ണനെ, എന്താ ചാലു പയ്യാടിനെ വിളിക്കുന്നതൊക്കെ കണ്ടു. അപ്പം എല്ലാവരും വിചാരിക്കുമല്ലോ ജെന്യുവിൻ ആണ്, ചാലു പയ്യാട് വന്നു, ഇനി എല്ലാം ഇവിടെ അങ്ങ് തെളിയും. വെറുതെ ആ വീഡിയോ നന്നായിട്ട് കണ്ടവർക്കറിയാം ഇതിനെക്കാട്ടിലും നല്ല വെളുപ്പീര് വേറൊന്നുമില്ല. അത് വെളുപ്പിക്കാൻ വിളിച്ച നല്ല ബെസ്റ്റ് ടീമിന്. ആ ഐറ്റം ഇടയ്ക്കിരുന്ന് പറയുന്നുണ്ടായിരുന്നേ, എനിക്ക് ഒരു തന്തേ ഉള്ളൂ, ഞാൻ മാറ്റി പറയത്തൊന്നുമില്ല എന്നൊക്കെ അണ്ണൻ ഇടയ്ക്ക് പറയുന്നതായിട്ടെ. ഈ ഒരു ഡയലോഗ് ഈ അണ്ണൻ ഒരു 2-3 സ്ഥലത്ത് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് അണ്ണൻ ഈ ചാലു പയ്യാടണ്ണ ഈ ഒരു ഡയലോഗ് അടിക്കുന്നത്? എനിക്ക് ഒരു തന്തേ ഉള്ളൂ എന്ന് അണ്ണൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതാണ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു സംശയമാണ്. അപ്പൊ എന്തായാലും നമുക്ക് അതിലേക്കൊക്കെ വരാം. അപ്പൊ എന്തായാലും വിവിക്കുട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ആദ്യമേ തന്നെ എന്റെ പൊന്നു വിവിക്കുട്ട, ഞാൻ നിന്റെ വീഡിയോ ഇവിടെ കാണിച്ചതെന്നും പറഞ്ഞു മറ്റേ സ്ട്രൈക്കൊന്നും അടിച്ച് തന്നേക്കല്ലേ. നീ സ്ട്രൈക്ക് അടിക്കാൻ മിടുക്കനാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. പണിയൊന്നും തന്നേക്കല്ലേ. അപ്പൊ ഈ കാണുന്ന ജനങ്ങളോടാണ്, എന്റെ വീഡിയോ ഇനി കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളുക, വിവിക്കുട്ടൻ ദ സൂപ്പർ ഹീറോ ഓഫ് ഈ ഒരു കോൺട്രവേഴ്സി, അദ്ദേഹം എന്നെ സ്ട്രൈക്ക് അടിച്ച് ഞാൻ ചത്തുപോയി എന്നങ്ങ് വിചാരിച്ചാൽ മതി നിങ്ങൾ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ പ്ലേ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അല്ലാതെ ഇങ്ങനെ ഇതിന്റെ വെള്ളോ ഒന്നും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. നിങ്ങൾക്കും മടുപ്പാവും, പറയുന്നത് എന്റെ നാക്കും കുഴയോടി. അപ്പൊ എന്തായാലും നമുക്ക് കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് ചെയ്ത് വന്നവര് ഇവർ മണ്ടന്മാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം ഇവരെല്ലാവരും ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇട്ട് കൊടുക്കുക. ഞാനാണ് ഏറ്റവും ഭയങ്കര പ്രശ്നക്കാരൻ, ഞാനായിരുന്നു ഇതിന്റെ ഇടയിൽ നിന്ന് കളിച്ച മഹാവ്യക്തി. ഞാൻ കാരണം അവരുടെ ലൈഫ് എല്ലാം ഭയങ്കര സ്പോയിലായി എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ഭയങ്കര വിഷയങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 3-4 ദിവസത്തിന് മുന്നേ. അതായത് ചാലു പയ്യാടിന്റെ ഫോണിൽ വിളിച്ചിട്ട് ചാലു പയ്യാട് പണ്ടൊരു കൺഫെഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന റോബിന്റെ അടുത്ത് മാപ്പൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ വീഡിയോ ചെയ്യിപ്പിച്ചതിന്റെ പിറകിൽ ഞാനാണ് കളിച്ചത് എന്ന് സീക്രട്ട് ഏജന്റ് കുറെ നേരം ഈ പറയുന്ന ചാലു പയ്യാടിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഉറപ്പായിട്ടും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും കൂട്ടാ. അപ്പൊ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് വരാം. ഫസ്റ്റ്, റോബിന്റെ കൂടെ നിന്നവരെല്ലാം മണ്ടന്മാരാണ് എന്നാണ് ഈ മോൻ ആദ്യമേ പറയുന്നത്. മണ്ടന്മാരായിരുന്നു കൂടെ നിന്നതെന്നൊക്കെ പറയുന്നു. അപ്പൊ ഈ റോബിന്റെ കൂടെ നിന്ന ഏറ്റവും വലിയൊരു മണ്ടനെയാണ് മോൻകുട്ടൻ ഈ ഒരു വീഡിയോയിൽ ഇരുന്ന് കോളൊക്കെ ചെയ്യുന്നത് മോൻകുട്ട അല്ലേ? അപ്പം റോബിന്റെ കൂടെ നിന്ന് അതേ മണ്ടൻ തന്നെയാണ് കൊച്ചിന്റെ അടുക്ക് വന്നിട്ട് ഈ മണ്ടത്തരെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് കുഞ്ഞ് അവൻ പറയുന്ന എല്ലാം ശരിയാണ്, ഇത് കേക്കു എന്ന് പറഞ്ഞ് ജനങ്ങളെ അറിയിക്കുന്നത് അല്ലേ മോനെ? അപ്പൊ മോൻ എന്താ ഉദ്ദേശിച്ചത്? റോബിന്റെ കൂടെ നിന്നപ്പോ അവൻ മണ്ടൻ, മോന്റെ അടുക്ക് വന്നപ്പോ അവൻ നന്നായോ? അങ്ങനെയാണോ? അതോ അവന് ബുദ്ധി വെച്ചോ? മോൻ എന്തെങ്കിലും മറ്റേ ബ്രഹ്മി ലേഹി എന്തെങ്കിലും മേടിച്ചു കൊടുത്തോ മോനെ? മാമന് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക കേട്ടോ. അപ്പൊ മോൻ അങ്ങനെയാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടെടാ എന്റെ പാവം സായണ്ണനിട്ട് നീ കൊടുത്തല്ലോടാ പാവം. എടാ എന്തുവാടാ ഇത്? പാവം മനുഷ്യനല്ലടാ. അയാൾ ആ വീഡിയോ കോള് മറ്റേ നമ്മുടെ ചാലു പയ്യാടിനെ വിളിച്ചപ്പോ ചാലു പയ്യാടാ പറയുന്നത് നീയാണ് പണി തന്നേന്നൊക്കെ. അല്ലാതെ അങ്ങേര് പറഞ്ഞ് പറയിപ്പിച്ചാണോടാ? ഞാൻ കണ്ടില്ല കേട്ടാ. ഇനിയിപ്പോ എല്ലാരും കൂടെ എന്നെ പൊങ്കാല ഇടണ്ട വരണ്ട.
അണ്ണനെ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും അല്ല, അതുള്ള കാര്യം ഞാൻ പറയാം, അണ്ണന്റെ കയ്യിരിപ്പോണ്ട് തന്നെ. പക്ഷെ എന്നാൽ ഇല്ലാത്ത കാര്യമായിട്ട് നെഞ്ചത്ത് അടിച്ചേൽപ്പിക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവൻ പറയുന്നത് സീക്രട്ട് ഏജന്റ് പറഞ്ഞു പറയിപ്പിച്ചെന്ന്. അങ്ങനൊന്നും എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ തോന്നിയില്ല. സീക്രട്ട് ഏജന്റ് ചോദിക്കുന്നുണ്ട് കുത്തി. അപ്പൊ ചാലുപ്പയ്യാട് തന്നെയാണ് ഇങ്ങോട്ട് പറയുന്നത് എല്ലാത്തിന്റെയും കാരണക്കാരൻ വിവി എന്ന്. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ നമ്മുടെ മൂപ്പന്റെ വ്ളോഗിന്റെ അടിയിൽ ചെന്നിട്ട് വിവി പാവമാണ് വിവി എന്നൊക്കെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. അതായത് ഈ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന മറ്റേ ഒറ്റ തന്തയുള്ളെന്ന് പറയുന്ന കാര്യം ഏതാണ്ടൊക്കെ കൺഫേം ആയി. ഒറ്റ തന്തയുള്ള ആ ചേട്ടൻ. അതുകൊണ്ടാണ് ഒരു ദിവസം ഒന്ന് പറഞ്ഞു, അടുത്ത ദിവസം വേറൊന്ന് പറഞ്ഞു. എന്നിട്ട് അതിനൊക്കെ റീസൺസ് ആണ് ഒരുമാതിരി എന്ത് റീസണൊക്കെയാണ് ഈ ഉഡായിപ്പ് പറയുന്നത്. അവന്റെ ഒരു മറ്റേ ചിരി അടിച്ചോണ്ട് മറ്റേ ഒരു വർഷം മുമ്പ് മറ്റേ ഇരുന്ന് കണ്ട വീഡിയോയിലൊക്കെ വന്നിരുന്ന് തള്ളുമായിരുന്നു. അപ്പൊ അന്നൊക്കെ ഞാൻ വിചാരിച്ചു സത്യമായിരിക്കട്ടെ ഇപ്പം പറയുന്നത്, നമുക്ക് അന്ന് ഈ കോൺട്രവേഴ്സി പരിപാടികളായിട്ട് വരുന്നതായിട്ടൊന്നും അറിയത്തില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ശരിയാ ചാലുപ്പയ്യാട് നല്ല മോൻ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇന്ന് ഓരോന്ന് അറിയുമ്പോൾ മനസ്സിലായി ചാലുപ്പയ്യാട് ഏറ്റവും നല്ലൊരു മോനാണെന്ന്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി കാണാവേ. പുറത്തുനിന്ന് വിവി പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഇപ്പൊ ശരിയാക്കി തരും ഇവൻ ഇതേപോലെയാണ് എല്ലാരും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഡോക്ടർ റോബിനോട് ചോദിക്കുമ്പോഴാണ് റോബിൻ പറയുന്നത് റോബിൻ ഇങ്ങനെ ഒരു മാനിപ്പുലേഷൻ കുറിച്ച് റോബിനോട് ഇപ്പൊ പറഞ്ഞിട്ട് പോയതാൻ പോലും. അത് റോബിൻ പറഞ്ഞോളൂ, ബാക്കി റോബിൻ പറഞ്ഞോളൂ. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നിയത്? ഇപ്പൊ ശരിയാക്കി തരും ഇവൻ ഇതേപോലെയാണ് എല്ലാരും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഡോക്ടർ റോബിനോട് ചോദിക്കുമ്പോഴാണ് റോബിൻ പറയുന്നത് റോബിൻ ഇങ്ങനെ ഒരു മാനിപ്പുലേഷൻ കുറിച്ച് റോബിനോട് ഇപ്പൊ പറഞ്ഞിട്ട് പോയതാൻ പോലും. അത് റോബിൻ പറഞ്ഞോളൂ, ബാക്കി റോബിൻ പറഞ്ഞോളൂ. അപ്പോ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്താണ്, വേറൊന്നും കൊണ്ടല്ല. അണ്ണൻ പറയുന്ന ചാലുപ്പയ്യോടായിട്ട് സംസാരിക്കുമ്പോൾ സീക്രട്ട് ഏജന്റ് അണ്ണൻ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ബാക്കി റോബിൻ പറഞ്ഞോളൂ ബാക്കി റോബിൻ പറഞ്ഞെണ്ണ. റോബിൻ പറഞ്ഞോണ്ടാണ് ഇപ്പൊ അണ്ണൻ മിണ്ടായിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്താണ് മറ്റേ അയ്യോ എന്തോ ഒരു കാര്യം അങ്ങനെ അതിനകത്ത് പറയുന്നുണ്ടല്ലോ, ഞാൻ മിസ് ചെയ്തല്ലോ. ഒന്നുകൂടെ നമുക്ക് പ്ലേ ചെയ്ത് കണ്ടാലോ, മറന്നുപോയടേ. അതുകൊണ്ടാണ് ഒന്നുകൂടെ നമുക്ക് വൃത്തിയായിട്ട് പ്ലേ ചെയ്ത് നമുക്ക് കാണാം. അത് വേണ്ട എനിക്ക് ഓർമ്മ വന്നത് എന്താ പറയാ, മാനിപ്പുലേഷൻ. അണ്ണൻ സീക്രട്ട് ഏജന്റ് ചായണ്ണൻ പറയുന്നത് മാനിപ്പുലേറ്റ് ചെയ്യുകയായിരുന്നു വിവി എന്ന് പറയുന്ന വ്യക്തി. റോബിനെ മാനിപ്പുലേറ്റ് ചെയ്തു മനസ്സിലാക്കാൻ മണ്ടൻ ചാലുപ്പയ്യാണ് അവനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വേണമെങ്കിൽ പറയാം. അണ്ണൻ ഭയങ്കര ബുദ്ധിമാനല്ലയോ അണ്ണനെ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത ഉടനെ അണ്ണൻ വിശ്വസിക്കുവോ? അങ്ങനെ ആരെങ്കിലും ഉടനെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ അതിനകത്ത് വീഴുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ സായി കൃഷ്ണ എങ്കിൽ താങ്കൾ എങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുവണ്ണ? എനിക്ക് അറിയാൻ പാടില്ല. ഇവിടുത്തെ ഓരോ വലിയ പ്രശ്നത്തെ അണ്ണൻ ഇരുന്ന് മറ്റേ കീറി മുറിച്ച് സംസാരിക്കുമല്ലോ. അപ്പൊ അതിനകത്ത് വേറെ ആരെങ്കിലും വന്നത് അങ്ങനല്ല ഇങ്ങനെയെന്ന് പറഞ്ഞ ഉടനെ അണ്ണനെ അങ്ങ് വിശ്വസിക്കുവോ? അല്ല എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞതിനകത്തുനിന്ന് തന്നെ ഞാൻ ഈ പറയുന്നത് മാനിപ്പുലേഷന്റെ കാര്യം. ഈ വിവി വന്ന് ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്തു അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്കൊക്കെ സീനായെന്നുള്ളത്. അങ്ങനെ ഒരാൾ വന്ന ഉടനെ പറയുമ്പം ഉടനെ വിശ്വസിക്കുന്ന ഒരു അത്ര ഉള്ളോ? സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എനിക്ക് അറിയാൻ പാടില്ല. അല്ല അങ്ങനെയാണെങ്കിൽ ഈ പണി അണ്ണന് പറ്റിയാലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ഉള്ള കാര്യം ഞാൻ പറയാം, എന്നോടൊന്നും തോന്നണ്ട. ഇഫ് സമ്മൺ ഈസ് മാനിപ്പുലേറ്റിംഗ് യു, അത് ആദ്യമേ മനസ്സിലാക്കുക. അവരെന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പോടാ എന്ന് പറഞ്ഞ് വിടാൻ പറ്റണം. അങ്ങനെയുള്ളവർ ഇറങ്ങിയാൽ മതി ഈ ഒരു പണിക്കെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കേട്ടോ, ഈ എളിയന്റെ അഭിപ്രായമാണ്, ഒന്നും തോന്നണ്ട. നമുക്ക് ബാക്കി കാണാം. ഇപ്പൊ ശരിയാക്കി ഇവൻ ഇതേപോലെയാണ് എല്ലാരും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഡോക്ടർ റോബിനോട് ചോദിക്കുമ്പോഴാണ് റോബിൻ പറയുന്നത് റോബിൻ ഇങ്ങനെ ഒരു മാനിപ്പുലേഷൻ കുറിച്ച് റോബിനോട് ഇപ്പൊ പറഞ്ഞിട്ട് പോയതാൻ പോലും. അത് റോബിൻ പറഞ്ഞോളൂ, ബാക്കി റോബിൻ പറഞ്ഞോളൂ. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നിയത്? ആദ്യം സീക്രട്ട് ഏജന്റ് വിളിച്ച് പറയുന്ന ശാലുപ്പേട്ടനോട് സംസാരിക്കുന്നു. അതിന്റെ പുറകില് ഒരു വീഡിയോ വരുന്നു. ഈ പറയുന്ന ശാലുപ്പേട്ടന്റെ മാപ്പ് വീഡിയോ റോബിൻ ഇൻസ്റ്റാഗ്രാമിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പഴയതായിട്ടുള്ള ശത്രുക്കൾ വീണ്ടും ഒന്നിച്ചു, കോംപ്രമൈസ് ആയി, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിന്റെ പിന്നിൽ നിന്ന് കളിച്ചത് ആരാന്നൊക്കെയുള്ള രീതിയിൽ മനസ്സിലായെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ റോബിൻ തന്നെ വന്ന് പറയുന്നു ഈ പറയുന്ന ആൾക്കാർ വേണം മാറ്റി പറയും, നാളെ വേണമെങ്കിൽ വീണ്ടും ചെന്നമാര് വേറെ രീതി പറയും, ഇവർക്ക് നിലപാടെന്ന് പറയുന്ന സാധനമില്ല എന്നാണ് പറയുന്നത്. ശരിക്കും ഇതിന്റെ ഇടയിൽ നടന്നൊരു സത്യാവസ്ഥയുണ്ട്. അതായത് ശാലുപ്പേടന്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പം ശാലുപ്പേടന്റെ അടുത്ത് വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് എന്തുകൊണ്ട് ഈ പറയുന്ന സീക്രട്ട് ഏജന്റിന് ഒരു വീഡിയോ കോൾ വന്നു, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു എന്നും ഈ ഒരു വിഷയത്തില് ഈ റോബിൻ എന്ന് പറയുന്ന വ്യക്തി എന്ത് സാഹചര്യത്തിലാണ് ഈ ശാലുപ്പേടന്റെ ഫോണിൽ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളെ ലൈവായിട്ട് ഞാൻ കേൾപ്പിക്കാം. ഞാൻ എന്തായാലും ശാലുച്ചേട്ടന്റെ ഫോണിൽ ഒന്ന് വിളിക്കാം. അപ്പൊ നമുക്കൊന്ന് കേട്ടു നോക്കാം. നീ വിളിക്കുന്നതിനെ പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പൊ ആദ്യമേ മോൻ ചോദിച്ചാലുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് മോൻ പറയുന്നു എന്താണ് ഡോക്ടർ റോബിൻ മാനിപ്പുലേറ്റ് എന്ന്. ഡോക്ടർ റോബിൻ പറഞ്ഞു നിങ്ങളെ ഒന്നിനെ നമ്പാൻ കൊള്ളത്തില്ല, ഇവന്മാർ ഇപ്പൊ പറയുന്ന പിന്നെ മാറ്റി പറയും. ഉള്ള കാര്യമല്ലേടാ മോനെ, ഉള്ള കാര്യമല്ലേ? ഡോക്ടർ റോബിന്റെ കേസ് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. പുള്ളി പറയുന്നതിനകത്തൊന്നും ഇതിലായിട്ട് അങ്ങനെ മാറി പറഞ്ഞതായിട്ട് എന്റെ അറിവിലില്ല. ഉണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് അങ്ങ് പണ്ട് തൊട്ടേ അങ്ങ് വലിയ ഫോളോവറും, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഈ അടുത്ത് ഞാൻ അറിഞ്ഞതിനകത്തൊന്നും പുള്ളി അങ്ങനെ മാറ്റി പറഞ്ഞിട്ടൊന്നും ഇല്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറ.
എനിക്കറിയത്തില്ല. പക്ഷെ ഇവന്മാരുടെ കേസിൽ എനിക്കറിയാം. ഇവന്മാരെല്ലാം മാറ്റി പറഞ്ഞവന്മാരാണ്. ഈ ഒരു സീസൺ ഇത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഇവന്മാര് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ചെകഞ്ഞ് പഴയതൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ പറഞ്ഞല്ല ഇപ്പൊ പറയാം. ഈ വിവി ഉൾപ്പെടെ വിവി തന്നെ കഴിഞ്ഞ ദിവസം അവന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ, ഞാൻ അത്ര പുണ്യാളനൊന്നും അല്ല എന്നൊക്കെ നീ തന്നെ പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് മനസ്സിലായി നീ എപ്പോ വേണമെങ്കിലും നീ തകടം പറയും, എന്തും പറയും. നിന്റെ കൂടെ നിൽക്കുന്ന ചാലു പയ്യാടി ഇപ്പൊ വിളിക്കുന്നവൻ, അവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അവൻ ആദ്യമേ റോബിന്റെ കൂടെ നിന്നു, പിന്നെ റോബിനെ കുത്തി, പിന്നെ റോബിന്റെ അടുക്ക് വന്നു, പിന്നെ എന്താ ഇപ്പൊ റോബിനെ കുത്തി. ഇങ്ങനെ ചാടി കളിക്കുന്ന ഇവനെ ഞങ്ങൾ എങ്ങനെ നമ്പും? അവനെ നീ വിളിച്ചിട്ട് ആ കോള് ജനങ്ങളെ നീ കേൾപ്പിക്കുന്നതിനകത്ത് എന്തർത്ഥമാണ് വിവി ഉള്ളത്? ഇങ്ങനെ നിന്നോട് ആരും റിയാക്ട് ചെയ്ത് ചോദിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ലേറ്റ് ആയാലും ഇതങ്ങ് ചെയ്യാന്ന് വിചാരിച്ചത്. നീ പറ, എങ്ങനെ നമ്പും? നീ അത്യാവശ്യം വിശ്വസിക്കാനുള്ളത് ഏതെങ്കിലും ഒരുത്തരെ കൊണ്ടുവന്നിരുത്തണ, അപ്പൊ ജനങ്ങൾ വിശ്വസിക്കാൻ നിന്നെ. ഇത് നീ കൊണ്ടിരുന്നത് ഈ ഉടായ്പിനെയൊക്കെ പിടിച്ചോണ്ടാ. ഇവൻ കഴിഞ്ഞ ദിവസം നിന്നെ കുറ്റം പറഞ്ഞു, അതിനുശേഷം മൂപ്പൻ എടുക്കും. എന്നിട്ട് ഇവൻ പറയുന്ന റീസൺ എന്താ? റോബിൻ, അതിപ്പം നിങ്ങൾക്ക് കേൾക്കാം. ഇവൻ പറയുന്ന റീസൺ ഉണ്ട്. ഇവനെ ഈ പറയും, ഈ കോളിൽ തന്നെ ഉണ്ട്, റോബിന്റെ കിടക്കുന്ന വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ. ഞാനത് കാണിക്കുന്നതിന് മുന്നേ പറഞ്ഞേക്കാം. നിന്റെ റോബിന്റെനകത്ത് കിടന്നിരുന്ന ആ വീഡിയോ ഇവിടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ടു. ഇത്രയും കാലം കിടന്ന വീഡിയോ അതെല്ലാരും കണ്ടു. പിന്നെ അത് അവിടുന്ന് ഡിലീറ്റ് ചെയ്യാതിരുന്നാലോ ഡിലീറ്റ് ചെയ്താലോ നിനക്കുള്ള ഗുണം എന്താണ് മിസ്റ്റർ ചാലു പയ്യാടെ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. എന്നിട്ട് അവനൊരു റീസൺ അത് ഡിലീറ്റ് ചെയ്ത് കളയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി പറഞ്ഞതെന്ന്. എടാ പൊട്ടന്മാരാണോ ചാലു പയ്യാടെ ഇവിടുത്തെ ജനങ്ങള്? ഇത്ര ഉള്ളു നിന്നോട് ചോദിക്കാൻ. അതവിടെ കിടന്നാലും ഇല്ലെങ്കിലും നിനക്കെന്താ? കാണേണ്ടവരത് മൊത്തം കണ്ടു, പിന്നെ അത് കിടന്നെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് റോബിനെ ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ നിന്നെ വെറുക്കുന്നവരോ അല്ലെങ്കിൽ നിന്നെ ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള ഒരുപാട് പേരത് കണ്ടു. ഇനിയും പ്രത്യേകിച്ച് അവിടെ കിടന്നാലും കിടന്നില്ലെങ്കിലും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എന്താ ഗുണമുള്ളതെന്ന്. അതിന്റെ പേരും പറഞ്ഞ് നീ നിന്റെ അത് കളയാൻ വേണ്ടിയിട്ട് നീ നിന്റെ ഒരു സ്റ്റാൻഡ് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മോനെ ചാലു പയ്യ ഏറ്റവും വലിയ ഡബിൾ ഡാഡി സിൻഡ്രം എന്ന് പറയുന്നത്. അതാണോ നിനക്ക്? നീ അതുള്ളത് കൊണ്ടാണോ മോനെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഒറ്റത്തന്തയുള്ള എന്ന് വിളിച്ച് കൂവിക്കൊണ്ട് നടക്കുന്നത്? എനിക്കൊരു സംശയം നിന്റെ പറച്ചിലൊക്കെ കേൾക്കുമ്പോ. നമുക്ക് ബാക്കി കാണാം. ഓക്കെ, ചേട്ടാ ഫ്രീ ആണോ? ഇല്ലില്ല കുഴപ്പമില്ല, പറഞ്ഞു. ശാലു ചേട്ടാ, പിന്നെ ശാലു ചേട്ടൻ കുറച്ച് ദിവസത്തിന് മുന്നേ ഈ പറയുന്ന സീക്രട്ട് ഏജന്റുമായിട്ട് ഒരു വീഡിയോ കോൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ പറയുന്ന ഞാനായിരുന്നു ഇതിനകത്ത് ഏറ്റവും ഭയങ്കര മാനിപ്പുലേഷൻ നടത്തി എന്നൊക്കെ പറഞ്ഞ് സീക്രട്ട് ഏജന്റ് ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കും. അതായത് റോബിന്റെ വിഷയത്തിൽ ചേട്ടന്റെ മാപ്പ് പറയുന്ന വീഡിയോനെ പറ്റിയിട്ട്. ഇപ്പൊ റോബിൻ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നു, നിങ്ങൾക്ക് ആർക്കും നിലപാടില്ലാത്ത ആൾക്കാരാണ്, വേണമെങ്കിൽ ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയുകയും ചെയ്യും, അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവരൊക്കെ എന്ന്. ഓക്കെ പറ. എന്റെ അടുത്ത് വന്നിരുന്നേ കരഞ്ഞു മെഴിയപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ നിന്റെ പേരെന്നാണ് പറഞ്ഞത്, ഞാൻ എന്താ പറഞ്ഞത്? അന്ന് സംഭവിച്ചെന്താണ് കാര്യം പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞിട്ടാണ് ഈ കേസ് കൊടുക്കുന്നെന്നുള്ളതിന്റെ കാര്യം നിങ്ങൾ അറിഞ്ഞത്. അതെ, നീ പറഞ്ഞിട്ടല്ല. ഓക്കെ, ഞാൻ എവിടെങ്കിലും നിങ്ങളുടെ അടുത്ത് വീഡിയോ ചെയ്യണമെന്നോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലടാ, ഞാൻ അങ്ങനെ തന്നെയാണ് ആ വീഡിയോ പറഞ്ഞത്. പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തത് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, ശരിക്കും ഈ പറയുന്ന വ്യക്തി ഒരു മിനിറ്റ്, ഈ പറയുന്ന റോബിൻ നിങ്ങളുടെ ഫോണിൽ വിളിക്കാൻ ഒരു സാഹചര്യം എന്തുവായിരുന്നു? എന്തോ വിളിച്ച് പറഞ്ഞു? എന്തോ അപ്പോഴെന്റെ മാപ്പ് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയും. ഞാൻ ശരിയെന്ന് പറയും. അപ്പൊ തന്നെ ഞാൻ അതിന്റെ മാപ്പ് വീഡിയോ ഡിലീറ്റ് ചെയ്ത് അത് ശരി എന്നാൽ വീഡിയോ ചെയ്തേക്കാം. വേറെ ആളെന്നല്ല പറയാം. എനിക്ക് അച്ഛനെ പറഞ്ഞു. എനിക്ക് ഒരൊറ്റ അച്ഛനെ ഉള്ളത് ഞാനങ്ങ് പറഞ്ഞു. അല്ലേ അണ്ണ? അല്ല ഷാലു പയ്യാട് അണ്ണ. അപ്പോ എന്തിനാണ് വിവി ഇത്രയ്ക്കും അഭിനയം? നീ വീഡിയോ എടുക്കുമ്പം അല്ലെങ്കിൽ നിന്റെ വീഡിയോ കാണുന്നത് നിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുക്ക് എന്തിനാണ് ഇത്ര അഭിനയം? ഇതെന്റെ ആദ്യത്തെ ചോദ്യം. നീ അഭിനയിച്ച് കാണിച്ചു എന്നുള്ളൊരു സംശയം നിനക്ക് കാണും, അല്ലെങ്കിൽ നിന്റെ സബ്സ്ക്രൈബേഴ്സിന് കാണും. സോ അവർക്കായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇവനാ വിളിച്ച കോള് നിങ്ങൾ കണ്ടല്ലോ, വിളിച്ച് ആദ്യത്തെ റിങ് കഴിയുമ്പോൾ എടുക്കുകയാണ് പുള്ളി, ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് ഇവൻ ചോദിക്കുന്നത് നേരത്തെ പ്ലാൻ ചെയ്തതായിരിക്കാം, അതൊക്കെ പറഞ്ഞാൽ മതി. ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ വിളിക്കാം, ഇത് മതി. എന്തിനാണ് കാണുന്നവരെ പൊട്ടരാക്കാൻ പോകുന്നത്? നീ വിളിച്ച് ആദ്യത്തെ കോൾ എടുക്കുന്നു, എന്നിട്ടുള്ള ചോദ്യം ചേട്ടാ തിരക്കാണോ ചേട്ടാ? എടാ, നീ ഇത് നേരത്തെ വിളിച്ച് ഇങ്ങനെ ഞാൻ വിളിക്കും എന്ന് പറഞ്ഞിട്ടില്ല എന്നാണോ നീ ഇപ്പൊ പറയാൻ പോകുന്നത്? ഒന്ന് പറ. ഇത്രയും വലിയ മറ്റേ തിരക്കുള്ള, ഇപ്പം ഭയങ്കര തിരക്കാതെ പുള്ളി തന്നെ പറയുന്നത്. ചാലു പയ്യാട് ഭയങ്കര തിരക്കുള്ള സ്റ്റിൽ ഫോട്ടോഗ്രാഫറാ. ഇത്രയും തിരക്കുള്ള വർക്കിന് നിൽക്കുന്ന ഒരുത്തൻ ഒരു കോൾ ഇവന്റെ ഫോണിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. ഒരു കോൾ വന്നോ, വിവിയുടെ കോൾ വന്നോ, എടുത്തു. വിവി പറഞ്ഞോലെ ഇങ്ങനെയാണോടാ? അറ്റ്ലീസ്റ്റ് പോക്കറ്റിലായിരിക്കത്തില്ലേ കിടക്കുന്ന ഫോൺ, ഇല്ലെങ്കിൽ ഒരു ടേബിളിലായിരിക്കത്തില്ല ഇരിക്കുന്നത്. അവിടുന്ന് എടുത്ത് ഫോൺ ഇങ്ങനൊക്കെ കള്ളത്തരം കാണിക്കുമ്പോഴത്തേക്ക് ജനങ്ങൾ മനസ്സിലാക്കാത്ത രീതിയിൽ നീ കള്ളത്തരം കാണിക്കും. ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവൂടാ കുട്ട. ഇതൊക്കെ കാണിക്കുന്നത് നിന്നെ നമ്പണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
അപ്പൊ നമ്മൾ ഡോക്ടർ റോബിൻ പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. നീയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാൻഡ് ചെയ്യാൻ കളിക്കുന്നവന്മാരാണെന്ന് അത് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നോണ്ടാ കുട്ട. മോനെ ഞാൻ നിന്റെ കള്ളത്തരമൊക്കെ എടുത്ത് എനിക്ക് കാണുന്ന വെച്ചാൽ ഞാൻ പറയുന്നില്ല, ഞാൻ മറ്റേ വോയിസ് ക്ലിപ്പും അതും ഇതൊന്നും കൊണ്ടിരുന്നില്ലേ. ഇത് പറയുന്നെന്നും പറഞ്ഞ എന്റെ മറ്റേ സ്ട്രൈക്ക് അടിച്ച് കളയല്ലേ, പേടിയാണേ. നിങ്ങൾ ഈ കാണുന്നവരൊക്കെ ഓർത്ത് വെച്ചോ, പോയി കഴിഞ്ഞാൽ അടിച്ചു കളഞ്ഞതാ അണ്ണൻ എന്നങ്ങ് ഓർത്താ മതി കേട്ടാ. പാവപ്പെട്ടവന്റെ ജീവിതം കട്ടച്ചോ മറ്റേ കോപ്പിയാക്കി, ഇത്രേ ഉള്ളൂ. നമുക്ക് ബാക്കി കാണാം കേട്ടോ. ചാലുപ്പയ്യാട് എന്ന് പറഞ്ഞ ആരാ നിങ്ങൾക്ക് അറിയത്തില്ലേ? ചാലുപ്പയ്യാട് റോബിൻ വഴിയൊന്നും അല്ല നമ്മുടെ കേരളത്തിൽ എല്ലാവരും അറിയാൻ തുടങ്ങിയത്. ചാലുപ്പയ്യാട് നേരത്തെ തൊട്ടേ ഈ സിനിമ ഫീൽഡ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചാലുപ്പയ്യാടിനെ അറിയാമായിരുന്നു. റോട്ടിലൊക്കെ കാണുമ്പോൾ ആ ചാലുപ്പയ്യാട് എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ ചെല്ലുമായിരുന്നു. അതാണ് ചാലുപ്പയ്യാടിന്റെ ഒരു മനസ്സിൽ അങ്ങനെയാണ് കിടക്കുന്നത്. ഞാൻ ചാലുപ്പയ്യാട് കുറച്ചു മുന്നേ എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഈ ചാലുപ്പയ്യാടിനെ അറിയാവുന്നു. അപ്പൊ അവനും പറഞ്ഞതാ ഞാൻ ഈ റോബിന്റെ ഇഷ്യൂ ഒക്കെ വന്നതിന് ശേഷം എന്റെ മോന്ത കാണാൻ തുടങ്ങിയത്. ഞാനും അങ്ങനെയാണ് ഈ കാണുന്നത്. എനിക്കല്ലാതെ അറിയത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ ചാലുപ്പയ്യാടിനെ. പിന്നെയാണ് അറിയുന്നത് ഈ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആണ് അണ്ണനൊക്കെ. നമ്മൾ ഈ പുള്ളിയുടെ ലൈക്ക് റോബിന്റെ ഒരു കേസിലാണ് ഞാൻ കൂടുതൽ അറിയുന്നത് ഈ ഒരു വ്യക്തിയെ. നിങ്ങൾക്ക് എത്ര പേർക്ക് അതിന് മുന്നേ അറിയാമായിരുന്നു ഈ ചാലുപ്പയ്യാട് എന്ന് പറയുന്ന വ്യക്തിയെ? ഒന്ന് കമന്റ് ചെയ്യണേ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. ഇയാളെ നേരത്തെ തൊട്ട് നമുക്ക് അറിയാമായിരുന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. നിങ്ങൾക്കൊക്കെ എനിക്കറിയാനില്ലായിരുന്നു, ചിലപ്പോൾ എന്റെ മിസ്റ്റേക്ക് ആയിരിക്കണം, എന്നോട് ക്ഷമിക്കണം. അതായത് നമുക്ക് ബാക്കി ബിബിയുടെ ആ ഒരു വീഡിയോയിലുള്ള കോള് ബാക്കി കാണാം. ഓക്കെ, അതായത് എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. നിന്റെ പേര് പറയാണെന്നുണ്ടെങ്കിൽ അവര് അത് മാറ്റി അടിക്കാൻ പറഞ്ഞു. അതായത് നിന്റെ പേര് വെച്ചു കൊടുക്കണം. ഓക്കെ, നിന്റെ തലയിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാപ്പ് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഇപ്പൊ ശരിയാണെന്ന് പറഞ്ഞു. ഈ ഒരു കാര്യം മനസ്സിലാവണം. മറ്റേ കഴിച്ച മാമിനെ കൊണ്ടൊന്ന് വിളിച്ചു വരുത്തി വിഷാദമായ പരിപാടി മനസ്സിലായി. പിന്നല്ലാതെ അവന്റെ പ്രൊഫൈലിൽ നിന്ന് ആ വീഡിയോ നോക്ക്, ആ വീഡിയോ നോക്ക്. ഇല്ലില്ല, വീഡിയോസ് മോട്ടി തന്നെ ഡിലീറ്റ് ചെയ്ത്. അല്ല ഞാൻ ചോദിക്കുന്ന ഈ ഒരു വിഷയത്തിലെ അല്ലല്ല, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. നിങ്ങൾ നിങ്ങളുടെ ആ പ്രൊഫഷനായിട്ട് നോക്കിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു വിഷയത്തിൽ കുറെ നാളായിട്ട് ഇടപെടാനോ സംസാരിക്കാനോ വരുന്നില്ല. ഇപ്പൊ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ ഫോണിൽ വിളിക്കുന്നു, ഈ ഒരു സമയത്ത് തന്നെ എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പറയണമെന്ന് പറയുന്നു. ഇതിന്റെയൊക്കെ മെയിൻ റീസൺ എന്തായിരിക്കും? മാപ്പ് വീഡിയോ ഇപ്പൊ ഡിലീറ്റ് ചെയ്യാം. ഇതിപ്പോ നമ്മൾ വിവിയുടെ തലയിൽ എല്ലാം കൂടെ വെച്ചു കൊടുക്കാം. അങ്ങനെയാ പറഞ്ഞത്. ഇപ്പഴാകുമ്പോ വിവി ഏറിൽ നിൽക്കുകയാണ്. അപ്പം വിവി അപ്പൊ നമുക്ക് നമ്മുടെ കാര്യമായിട്ട് നോക്കി ഞാൻ പറഞ്ഞ എനിക്ക് ഒരു പ്രശ്നമില്ല. ആക്ച്വലി വിവി അല്ല ഞാൻ വീഡിയോയിൽ കൊടുത്ത അവൻ ഇട്ടേക്കുന്ന വീഡിയോ നോക്ക്, പോയി നോക്ക്. അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞോണ്ട് വിവിയുടെ അല്ല ഞാൻ വീഡിയോ കൊടുത്തത്. ഞാൻ 30 വീഡിയോ കൊടുത്തത്. ഓക്കെ ചേട്ടാ, ഞാൻ ഈ വ്യക്തിക്ക് ഞാൻ ഈ വീഡിയോയുടെ കാര്യങ്ങൾ ഒരു അക്ഷരം ഞാൻ സംസാരിച്ചിട്ടില്ല. കാര്യം ഞാൻ എന്ത് അലിഗേഷൻസ് ആരെ പറ്റി നിൽക്കി വിവി ഏറിൽ നിൽക്കുകയാണ്, വിവിയുടെ തലയിൽ അങ്ങ് വെച്ചു കൊടുക്ക എന്ന് റോബിൻ പറഞ്ഞു എന്നാണ് ചാലുപ്പയ്യാട് പറയുന്നത്. ഈ വിവി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് ഏറിൽ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അവൻ നല്ല കാര്യമൊന്നും ചെയ്തിട്ടല്ലല്ലോ ഏറിൽ വന്നത്. എങ്ങനെ ഏറി വന്നത്? ഒരു പെൺകുട്ടി, ഇത്തവണ സീസണിലായിരുന്നു ഒരു പെൺകുട്ടിയുടെ ഒരു ചെറിയൊരു അവളുടെ പേരും പറഞ്ഞിട്ടാണ് ഇവൻ വരുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മുങ്ങിപ്പോയി. അതിന്റെ ഒരു സംസാരമൊന്നും ഇല്ല ഇവിടെ. ഇപ്പൊ റോബിനും ചാലുപ്പയ്യാടും സീക്രട്ട് ഏജന്റും ഒക്കെയാണ് വിഷയം. അല്ലാതെ ആ ഒരു ഇഷ്യൂ വിവി എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ ഇപ്പൊ ഫസ്റ്റ് തുടങ്ങിയ ഒരു ഇഷ്യൂ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ്, ഈ സീസണിലെ കണ്ടസ്റ്റന്റിനെ ഇവന് കൊടുത്തൊരു പണി വെച്ചിട്ടായിരുന്നു. ഇവൻ 3 നേരവും എല്ലാ ദിവസവും ഈ കുട്ടിയുടെ വീഡിയോ തന്നെ ചെയ്തു എന്ന് പറഞ്ഞാണ് ഇവനൊരു കോൺട്രവേഴ്സി ലൈക്ക് ഇവനെ ആൾക്കാരുടെ അടുത്ത് ഏറെക്കയറ്റി തുടങ്ങിയത്. അതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് വന്നു പോകേണ്ടതായിരുന്നു. ഇവൻ അതിനകത്തുനിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് പൊക്കിയതാണോ എന്നാണ് എന്റെ ഒരു സംശയം. കാരണം ഇതിപ്പോ എല്ലാവരും ഇതിന്റെ പുറകെ അങ്ങ് പോവുക. ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട്, അവരും ഇവന്റെ ഈ ഒരു കേസിൽ അങ്ങ് പോയി. എല്ലാവരും മറ്റേ ഇഷ്യൂ അങ്ങ് വിട്ട് കളഞ്ഞു. എങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. അതല്ല സത്യം പറഞ്ഞാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മോനെ വിവി, നിന്റെ ബ്രില്യൻസി, നീ പൊളിയാണല്ലോ. എല്ലാരും പൊട്ടന്മാരല്ലേ, ആർക്കൊന്നും മനസ്സിലാകത്തില്ല. അത് ബെസ്റ്റ് ടീമിനെ കൂടെ പിടിക്കുകയും ചെയ്തു ചാലുപ്പയ്യാട്. ബെസ്റ്റ് ചാലുപ്പയ്യാടിനെ പറ്റി പല കഥകൾ പല ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല, എനിക്ക് അറിയത്തില്ല, എന്റെ പ്രൂഫും ഇല്ല, ഓരോരുത്തർ പറയുന്നതല്ലേ. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഓരോന്ന് കാണുമ്പം കണ്ണുകൊണ്ട് കാണുന്നതിനെ എനിക്ക് പറയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ട് ഇപ്പൊ അരി അങ്ങ് വറുത്തത്. അരിയല്ല ഏട്ടാ, ഗോതമ്പ്. ഈ ഗോതമ്പ് എനിക്ക് ചപ്പാത്തി ഇഷ്ടമാളിയാ, അരിയെണ്ണം വേറെ. ഓക്കെ മോനെ വിവി, നീ നല്ല ആരെങ്കിലും ഒക്കെ കൊണ്ടുപോവാ. നിന്റെ മറ്റേ ആരഫ് എന്ന് പറയുന്നൊരു സുന്ദരൻ ഉണ്ടായിരുന്നല്ലോ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അവൻ വന്ന് കുത്തിയിരുന്ന് കമന്റ് അടിക്കുന്ന കണ്ടു. ഞാൻ അവനെ ജനങ്ങൾക്ക് ഇട്ട് കൊടുത്തു. ഞാൻ നല്ല രീതിയിൽ ഒരു മെസ്സേജ് ഇട്ടിട്ട് ഒരു കമന്റ് ഇട്ടിട്ട് പിൻ ചെയ്ത് കൊടുത്തു. 1000 രൂപയുടെ ഉണ്ട്, ജനങ്ങളെ നിങ്ങൾ അവനോട് ഡയറക്റ്റ് ചോദിക്കാൻ പറഞ്ഞു. കുറെ ആൾക്കാർ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, കുറേയൊക്കെ അവൻ റിപ്ലൈ ചെയ്തു. ലാസ്റ്റ് അവൻ ഇത് ഓടുന്നുണ്ട്. ഇനി അതുപോലെയാണ് വിവിയുടെ കേസിൽ. വിവി ഓരോരുത്തരോടും നിന്നോട് വന്ന് നിന്റെ അടുക്ക മറ്റേ കുത്തി ചോദിച്ചു കഴിഞ്ഞാൽ നീ പെട്ടുപോകും മോനെ. സീരിയസ്ലി ഡൗട്ടുകൾ ഒരുപാടാണ്. നീ ഈ ചാലുപ്പയ്യാടിനെയൊക്കെ ഇപ്പൊ പൊക്കി എടുത്തോണ്ട് വരുന്ന കാണുമ്പോ
ചാലുപ്പയ്യാട് പിന്നെ പണ്ടേ പറയുമായിരുന്നു എനിക്ക് റോബിൻ വഴിയൊന്നുമില്ല, ഞാൻ പണ്ടേ ഫേമസ്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ നമ്മള് റോബിന്റെ കേസിലാണ് കേട്ടോ ഞാനൊക്കെ അറിയുന്നത്, എനിക്കല്ലാതെ അറിയത്തൊന്നുമില്ല. ഇപ്പൊ ഈ ഒരു ഗ്യാപ്പ് കഴിഞ്ഞപ്പോ വീണ്ടും ഇവന്റെ പേരൊന്ന് വെക്കാൻ വേണ്ടി വന്ന് കിടന്ന് കാണിക്കുന്നതല്ലെന്ന് എന്താ ഉറപ്പ്? ആർക്കെങ്കിലും ഉറപ്പുണ്ടോ ഇവൻ അതിനു വേണ്ടി അല്ല കാണിക്കും? ഇവൻ പറയുന്നത് എനിക്ക് പേരും അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾക്കൊരു ഉറപ്പുമില്ല ചാലുപ്പയ്യാടെ, ഞങ്ങൾക്ക് നല്ല ചംച്ചയുണ്ട്. ഓക്കെ, അതും പ്രത്യേകിച്ച് വിവിയുടെ കൂട്ടും പിടിച്ച് വിവി ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ ആ കേസ് മുക്കി. ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെ നമ്മൾ അധികം ഇതിനകത്തോട്ട് വലിച്ചടക്കണ്ട, എന്നാലും ഞാൻ ജാസ്മിനെ കുറ്റം പറഞ്ഞല്ല ഇവിടെ പറഞ്ഞത്. ആ വ്യക്തിയുടെ പേരിലുണ്ടായ കോൺട്രവേഴ്സീസ് ആണ് ഇവന് മറ്റേ എയറിലോട്ട് പോയത്. പക്ഷെ അതവൻ ഓപ്പോസിറ്റ് ഭയങ്കര ബ്രില്യൻ്റ് ആട്ടോ എന്നാലും ഇവൻ, ഞാൻ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അത് നേരെ മാറ്റി നേരെ ഈ ഒരു ഇഷ്യൂ ആക്കിയവൻ. സമ്മതിക്കണം എന്തായാലും, ഹാൻഡ്സ് ഓഫ് മോനെ. ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞതൊക്കെ ഇഷ്ടപ്പെട്ടു ഉള്ള കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ തരിക, വീഡിയോ കൊള്ളാമെങ്കിൽ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഓക്കെ.